ശ്രീ കെ വി സുമേഷ്, അങ്ങേക്ക് 12 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ പരിപൂർണമായിട്ട് പിന്തുണയ്ക്കുകയാണ്. സർ, നമ്മുടെ കേരളം അഭിമാനകരമായ സമാധാന ജീവിതമുള്ള ഒരു നാടാണ്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത നിലയിൽ, വളരെ നല്ല നിലയിൽ പോലീസ് നമ്മുടെ സംസ്ഥാനത്ത് ഇടപെടുന്നു. സർ, നമ്മുടെ പോലീസ് നമുക്ക് അഭിമാനമാണ്. രാജ്യത്തെ തന്നെ വളരെ ശ്രദ്ധേയമായ അന്വേഷണ മികവും എല്ലാ കാര്യത്തിലും ശക്തമായി ഇടപെടാൻ കഴിയുന്ന പ്രഗത്ഭരായിട്ടുള്ള ഓഫീസർമാരും നമ്മുടെ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് അഭിമാനകരമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. സർ, ഇന്നൊരു പുതിയ കാലമാണ്. സാങ്കേതികവിദ്യയുടെ വളർച്ച, അതിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ പ്രശ്നങ്ങൾ, പുതിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ, ഇതിനെയെല്ലാം നേരിടാൻ സജ്ജമാവുന്ന, നേരത്തെ ബഹുമാന്യനായ ശ്രീ ചന്ദ്രശേഖരൻ അദ്ദേഹം ഇവിടെ പറഞ്ഞ പോലെ ഇൻ്റഗ്രേറ്റഡ് കോർ പോലീസിംഗ് സിസ്റ്റം എന്ന സിസ്റ്റം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ പോലീസ് നടപ്പിലാക്കുകയുണ്ടായി. അങ്ങനെ തുടങ്ങി പോലീസിനകത്ത് ഏതൊരു സാധാരണ മനുഷ്യനും ഇന്നത്തെ സാങ്കേതിക വിദ്യ വഴി ഓൺലൈൻ FIR സംവിധാനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ രീതികൾ എല്ലാം, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള ആപ്പ് സംവിധാനങ്ങൾ തുടങ്ങി വൈവിധ്യപൂർണമായ ഒരു ആധുനികവൽക്കരണം നമ്മൾ പോലീസ് സേനയിൽ നടപ്പിലാക്കുകയാണ്. സാർ, ഇവിടെ പോലീസിന് ശക്തമായ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റോട് നയമുണ്ട്. സമാധാനപൂർണമായ ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ 8 വർഷമായിട്ട് വർഗീയ സംഘർഷങ്ങളില്ല, കലാപങ്ങളില്ല. അത്തരം നീക്കങ്ങൾ ഉണ്ടായ ഘട്ടങ്ങളിലെല്ലാം നമ്മുടെ പോലീസ്, അതിൻ്റെ ചുമതല വഹിക്കുന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും ശക്തമായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ടാണ് ചർച്ചയിൽ ബഹുമാന്യരായിട്ടുള്ള ചില അംഗങ്ങൾ ഇവിടെ തെറ്റായ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPIM-നും ശരിയായ കാഴ്ചപ്പാടാണുള്ളത്. പോലീസിനെ കൊണ്ട് പാർട്ടി വളർത്തുന്ന പാർട്ടിയല്ല CPIM. 57 മുതലുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എടുത്താൽ അത് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഏത് വിഷയമുണ്ടായാലും ആ വിഷയത്തിൽ ആരാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണ് എന്ന് നോക്കിയിട്ടല്ല ഇവിടെ കേരളത്തിലെ പോലീസ് നിലപാട് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ആരായാലും തെറ്റ് ചെയ്താൽ, അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും ഏതൊരാളാണെങ്കിലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ പോലീസ് മാറി എന്നത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അതാണ് AKG സെന്റർ അക്രമം നമ്മൾ ഈ സഭ അടിയന്തര പ്രമേയമായിട്ട് ചർച്ച ചെയ്ത ഒന്നാണ്. എന്തായിരുന്നു അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ വാദങ്ങൾ? ഏറ്റവും ശക്തമായിട്ടാണ് ഇത് ഉന്നയിച്ചത്. എന്തായി പോലീസ് എത്ര അവധാനതയോടെയാണ് കേരളത്തിൽ അത് ഉണ്ടാക്കിയേക്കാമായിരുന്ന വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ലേ? ആ പ്രശ്നങ്ങളെയെല്ലാം ഏറ്റവും ശക്തമായി അന്ന് ഈ സഭയിൽ ഞങ്ങളെല്ലാം പറഞ്ഞു, ഇതിന് പിന്നിൽ UDF ആണ്, കോൺഗ്രസ് ആണ്. പിടിക്കപ്പെട്ടതാരാ? ഏത് വിഷയമാണെങ്കിലും ആ വിഷയങ്ങളിൽ ശക്തമായി ഇടപെടാൻ, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങളുണ്ടായി, ഗുണ്ടകളുടെ വിഷയമുണ്ടായി. സാർ, ഓഫീസർമാരിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ, ഇവിടെ UDF-ന്റെ ഭരണകാലത്ത് 11 ലോക്കപ്പ് കൊലപാതകങ്ങളുണ്ടായി. പോലീസുകാർക്കെതിരെ കർശനമായ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? തെറ്റ് ചെയ്യുന്നവരെല്ലാ മേഖലയിലും ഇല്ലേ? എല്ലാ രംഗത്തും ഇല്ലേ? മനുഷ്യരുടെ കൂട്ടത്തിലില്ലേ? ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗത്തുനിന്നില്ലേ? എവിടെയാ ഇല്ലാത്തത്? എന്നാൽ ആർജവത്തോടെ ശക്തമായി തെറ്റായ കാര്യം ചെയ്താൽ തലയിൽ തൊപ്പിയുണ്ടാവില്ല എന്ന് പിണറായി വിജയൻ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ഈ കേരളത്തിൽ നടപ്പിലാക്കി. ശരിയായ നിലയിൽ ആ കാഴ്ചപ്പാട് ഉയർത്തി. സർ, പോലീസിനെ ആധുനികവൽക്കരിക്കാൻ ദേശീയ തലത്തിൽ തന്നെ അഭിമാനകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സംവിധാനമായി, രാഷ്ട്രീയത്തിനതീതമായി, നിയമപരമായി നിങ്ങൾ തെറ്റ് ചെയ്താൽ വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന ഏറ്റവും ശരിയായ കാഴ്ചപ്പാട് നമ്മുടെ പോലീസ് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. സാർ, ജയിലിലും നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ജയിലിനെ ആധുനികവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള രീതികൾ പഴയ നിലയിലല്ല, ആ അർത്ഥത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഗവൺമെന്റിനോടും കണ്ണൂർ ജയിൽ അഴീക്കോട് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അവിടെ പോയപ്പോൾ അവിടെ പഴയ ഒരുപാട് അടിയന്തരാവസ്ഥക്കാലത്തെ, ബ്രിട്ടീഷ് ഭരണകാലത്തേക്ക് ഉള്ള ഒട്ടേറെ രേഖകൾ ഇന്ന് കാലപ്പഴം കൊണ്ട് നശിച്ചു പോകുന്നൊരു നില അവിടെ ഉണ്ട്. ഒരു ജയിൽ മ്യൂസിയം എന്ന ആശയം നടപ്പിലാക്കിയാൽ നമുക്ക് വരുന്ന തലമുറകളെല്ലാം പഠിക്കാൻ കഴിയുന്ന, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ ജയിലിൽ 1.5 വർഷക്കാലം കിടക്കുകയും ആ ഘട്ടത്തിലുള്ള കത്തിടപാടുകളെല്ലാം അവർ കാണിച്ചു തരുകയുണ്ടായി. നമുക്കത് സൂക്ഷിച്ച ഒരു രേഖയാക്കി വെക്കാൻ കഴിയും. സാർ, ആ അർത്ഥത്തിൽ ജയിലിനെ
വലിയ നിലയിൽ ആധുനികവൽക്കരണം നടപ്പിലാക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സിലായാലും പുതിയ സംവിധാനങ്ങൾ, അതിന്റെ ഭാഗമായുള്ള പുതിയ രീതികൾ, കേരളത്തിൽ ഉണ്ടാവുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി ദുരന്തങ്ങളെ അഭിമുഖീകരിക്കാൻ എല്ലാം ഇടപെടാൻ പറ്റുന്ന നിലയിലേക്ക് അഭിമാനകരമായ പ്രവർത്തനമാണ് സാർ നടപ്പിലാക്കുന്നത്. സാർ, ഇതിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോലീസിനെ ആക്ഷേപിക്കുക. UDFന്റെ ഭരണകാലം നമുക്ക് ഓർമ്മയില്ലേ? UDFന്റെ ഭരണകാലത്ത് പോലീസിനെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വിഭജിച്ച് ഉണ്ടായ സംഭവങ്ങൾ നമുക്ക് എത്ര സംഭവങ്ങൾ അറിയാം. ഓരോ നേതാവിന്റെ കീഴിൽ ഓരോ ഓഫീസർമാർ. സാർ, ഓരോ ആളുടെ പറയുന്നത് കേൾക്കുക, പോലീസിനെ രാഷ്ട്രീയമായിട്ട് വിഭജിക്കുക. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ഈ കാലത്ത് കഴിഞ്ഞ 8 വർഷക്കാലായി തുടർഭരണത്തിന്റെ നാളുകളിൽ അങ്ങനെ ഒരു നിലപാടും കേരളത്തെ സ്വീകരിച്ചിട്ടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും രാഷ്ട്രീയമായിട്ട് വിഭജിക്കുക, രാഷ്ട്രീയമായ നിലയിൽ അവരെ മാറ്റി നിർത്തുക എന്നൊരു സമീപനവും ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. സാർ, അഭിമാനകരമായ പ്രവർത്തനങ്ങൾ, ക്രമസമാധാന രംഗം പാലിക്കുന്നതിൽ കേരളം മുന്നോട്ട് പോകുന്നു എന്നത് ഈ ധനാഭ്യർത്ഥന ചർച്ചാവേളയിൽ കേരളത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഈ സഭയിൽ ചർച്ച ചെയ്ത ഇതിന്റെ ഭാഗമായിട്ടും ഇലക്ഷനെ കുറിച്ചാണ്. സാർ, ഞങ്ങൾ ഇടതുപക്ഷക്കാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. വിജയപരാജയങ്ങളിൽ സമനില തെറ്റി അതിവൈകാരികതയോടെ വീണുപോകുന്നവരല്ല ഞങ്ങൾ. ജീവിതത്തിൽ ഒരിക്കലും പഞ്ചായത്ത് മെമ്പർ പോലും ആവാൻ കഴിയും എന്ന് ബോധ്യമില്ലാതിരുന്നിട്ടും ചെമ്പതാകയുമായി ഇടതുപക്ഷ ആശയങ്ങളുമായി ഈ കേരളത്തിലും നാടെമ്പാടും നടത്തിയിട്ടുള്ള അനവധിയായിട്ടുള്ള സമരങ്ങളും പോരാട്ടങ്ങളും ഉണ്ട്. സാർ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയും പറഞ്ഞ പോലെ, ഈ സഭയ്ക്കകത്ത് തന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആ പരാജയപ്പെട്ട ഇടതുപക്ഷത്തെ എത്രമാത്രം മോശമായ നിലയിലാണ് ഇവിടെ പരിഹസിച്ചത്. ഇടതുപക്ഷം ഇല്ലാതെ ഇന്ത്യ, പക്ഷെ ഇന്ത്യയുണ്ട്, ഇടതുപക്ഷം ഇല്ല. നിങ്ങൾ പരിണിതജ്ഞരായ രാഷ്ട്രീയ നേതാക്കന്മാർ അവധാനതയോടെയാണോ ഈ വിധിയെ കാണുന്നത്? ഞങ്ങളില്ലെങ്കിൽ നിങ്ങളുണ്ടാവുമായിരുന്നില്ല ഈ ഇന്ത്യയിൽ. ഇന്ത്യയിൽ RSS നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള തീവ്ര വർഗീയതയെ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം എന്താ? നരേന്ദ്രമോദി നടത്തിയ ബാലാകോട്ടിൽ നടത്തിയ പ്രസംഗം ഇന്ത്യൻ മുസൽമാനെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഒരു അന്യദേശക്കാരാണെന്ന് ചിത്രീകരിക്കുന്ന, രാജ്യത്തിന്ന് വരെ ഒരു പ്രധാനമന്ത്രി നടത്താത്ത അപകടകരമായ അപക്വമായ പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ലേ? ഞങ്ങള് വോട്ട് നോക്കിയല്ല സാർ നിലപാട് സ്വീകരിക്കുന്നത്. വോട്ട് നോക്കി നിലപാട് സ്വീകരിക്കുന്നതല്ല ഇടതുപക്ഷത്തിന്റെ നിലപാട്. ഇവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പോലും എത്ര അപക്വമായിട്ടാണ് പ്രതികരിച്ചത്. നിങ്ങളുടെ കൊടി പിടിക്കാൻ വിട്ടിട്ടില്ല കേരളത്തിൽ. എന്നാൽ ഞങ്ങളുടെ കൂടെയുള്ള ഒരു ഘടകകക്ഷിയുടെ കൊടി പച്ചയായതുകൊണ്ട് അത് ഉയർത്തിപ്പിടിച്ചു വയനാട് വൃന്ദാക്കാരാട്ട്. ഞങ്ങൾ തോറ്റിട്ടുണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ജയപരാജയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഇലക്ഷനെ നിങ്ങൾ വിജയിപ്പിയാൽ സംഘപരിവാർ അവർ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കഴിയില്ല എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ജയിച്ചു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഇവിടെ പറഞ്ഞല്ലോ എല്ലാവരും. എന്താ ഹിമാചലിൽ സംഭവിച്ചത്? എന്താ മധ്യപ്രദേശിൽ സംഭവിച്ചത്? എന്താ തെലങ്കാനയിൽ സംഭവിച്ചത്? നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ സാമ്പത്തിക നയത്തെ, നിങ്ങളുടെ രാഷ്ട്രീയ നയത്തെ വിശകലനം ചെയ്യുന്നില്ലെങ്കിൽ കടുത്ത അപകടത്തിലേക്ക് നിങ്ങൾ പോകും. ഞങ്ങൾ രാഹുൽ ഗാന്ധി അപമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് എന്താ പറഞ്ഞ? ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ നിങ്ങൾ ജയിലിലിടും അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ ചുമതലയുള്ള ഒരാൾ വന്നിട്ട് കേരളത്തിൽ, അയാളായിരിക്കില്ല നിങ്ങളുടെ വർത്താനം കേട്ടിട്ടാണ് അയാൾ പ്രസംഗിച്ചത്. എന്തുകൊണ്ട് പിണറായി വിജയനെ പിടിച്ച് ജയിലിലിടുന്നില്ല? നീ വന്നാൽ മതി, കാണാം. പിണറായി വിജയനെ പിടിച്ച് ജയിലിലിടലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ അതിന്റെ അത് ശരിയായിരുന്ന ഒരു കാര്യമായിരുന്നു. അത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ അത്? ഏതിന്റെ പേരില? ഏത് FIR ഉണ്ടോ? ഒരു കേസുണ്ടോ? നിങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യം എന്തായിരുന്നു ഈ കേരളത്തിൽ? ഇന്ത്യയിൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള വലിയ ആശയപരമായ സമരമുണ്ട്. രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ചെരുപ്പില്ലാതെ കിലോമീറ്ററുകളോളം നടത്തിയ സമരത്തിന്റെ ഭാഗമായി ചോര വീർന്നൊടുക്കുന്ന കാലുമായി 10,000-കണക്കിനായ ദരിദ്ര നാരായണന്മാർ നടത്തിയ പ്രക്ഷോഭമുണ്ട്. ആ പ്രക്ഷോഭത്തിന്റെ ബെനിഫിറ്റ് കിട്ടിയത് നിങ്ങൾക്കാ. നിങ്ങൾ വെറുതെ അല്ല ജയിച്ചത്. നിങ്ങൾ 1-2 സീറ്റിന്റെ കാര്യം ഇവിടെ പറഞ്ഞില്ലേ? ഇന്ത്യയിൽ ഇടതുപക്ഷം നടത്തിയ ആശയ പോരാട്ടത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് ഒരു പങ്കുണ്ട്.
ഇന്ത്യയിൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള അത് സീറ്റിന് വേണ്ടിയായിരുന്നില്ല, അത് വോട്ടിന് വേണ്ടിയായിരുന്നില്ല. ന്യൂനപക്ഷ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. എന്തിനാ? മുത്തലാഖ് വിഷയത്തിൽ സ്വീകരിച്ചു, ധൈര്യപൂർവ്വം പറയും, സ്വീകരിച്ചു. സിറ്റിസൺ അമെന്റ്മെന്റ് ആക്ടിൽ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു. മണിപ്പൂർ വിഷയത്തിൽ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു. അത് 4 വോട്ടിന് വേണ്ടിയല്ല, ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടിയല്ല. ഭരണഘടനാപരമായി നരേന്ദ്രമോദി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുമ്പോ അത് പറ്റില്ല എന്ന് ഞങ്ങൾ ആർജവത്തോടെ പറഞ്ഞു. അതിന്റെ പേര് സീറ്റ് കിട്ടിയോ വോട്ട് കിട്ടിയോ നോക്കിയിട്ടല്ല, സീറ്റിനും വോട്ടിനും വേണ്ടിയിട്ടല്ല. ഈ നാട്ടിലെ മതനിരപേക്ഷ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ തോറ്റിട്ടുണ്ടാവാം, ഞങ്ങൾ ആ നിലപാട് മാറ്റില്ല. ഞങ്ങൾ ആ നിലപാടിലൂടെ തന്നെ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് പോകും. സാർ, ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തെ സംരക്ഷിക്കാൻ ഇന്ത്യ മുന്നണിക്ക് രാഷ്ട്രീയമായി വിയോജിച്ചു നിങ്ങളുമായിട്ട് നിൽക്കുമ്പോഴും ഇന്ത്യ മുന്നണിയുമായി സഹകരിച്ച് നിങ്ങളുമായി യോജിച്ചാണ് ഞങ്ങൾ നിന്നത്. അത് ഈ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ്. 2004 ഞങ്ങൾ നിന്നു. ഞങ്ങൾക്ക് നഷ്ടമാണ്. രാഷ്ട്രീയത്തിലെ ലാഭനഷ്ട കണക്ക് നോക്കിയാൽ ഇന്ത്യയിലെ CPIM-ന് ഇടതുപക്ഷത്തിന് നഷ്ടമാണ്. ആ നഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെയും ജനങ്ങളെയും താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഏറ്റവും ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോയത്. സാർ, ഞങ്ങൾ ഒരാളാണെങ്കിലും ഞങ്ങൾ അവശേഷിക്കുന്ന ആളുകൾ ഈ നാട്ടിലെ വർഗീയതയ്ക്കെതിരെ, ഈ നാട്ടിലെ ജനാധിപത്യ വിരുദ്ധ പോരാട്ടങ്ങൾക്കെതിരെ സീറ്റിനും വോട്ടിനും വേണ്ടിയല്ല, കൽപ്പാന്തകാലത്തോളം MLA ആയിരിക്കാനല്ല, കൽപ്പാന്തകാലത്തോളം മന്ത്രിയായിരിക്കാനല്ല, കൽപ്പാന്തകാലത്തോളം രാജ്യം ഭരിക്കാനല്ല, ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരാളെങ്കിൽ ഒരാൾ ഈ പതാകയുമായി അതിശക്തമായ പോരാട്ടം ഈ നാട്ടിൽ നടക്കും. അത് ഈ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടിയിട്ടാണ് സാർ. അതുകൊണ്ട് തോറ്റുപോയി എന്ന് പറഞ്ഞ് LDF-നെ കളിയാക്കണ്ട. ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത്. സാർ, ഈ ഉപധനാഭ്യർത്ഥനകളെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്.